തൃശൂരിൽ 2 ക്ഷേത്രങ്ങളിൽ മോഷണം. കീഴൂർ ദേവീക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിലെ വിഗ്രഹം കവർന്നു. അലമാരകൾ കുത്തിപ്പൊളിച്ച നിലയിലാണ്. പെരുമ്പലാവ് ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 4 ഭണ്ഡാരങ്ങൾ തകർക്കുകയും ചെയ്തു. സൂരജ് വിവരങ്ങൾ വെച്ചിരുന്നു. സൂരജ്, 2 ക്ഷേത്ര മോഷണങ്ങൾ പിന്നിലും ഒരു സംഘം തന്നെയാണെന്നാണോ സംശയം? അശ്മി, ഈ 2 ക്ഷേത്രങ്ങളിലെ മോഷണത്തിലും ഇപ്പോൾ ഒരു സംഘം തന്നെയാണോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത് ഈ കുന്നംകുളം കീഴൂർ കാർത്തിയായനി ക്ഷേത്രത്തിലെ മോഷണമാണ്. അവിടെ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടന്നത്. അതിനുശേഷം ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം അടക്കം ഈ കമ്മിറ്റി ഓഫീസിലാണ് സൂക്ഷിച്ചിരുന്നത്. ഓടിന്റെ വിഗ്രഹമാണ്. 10,000 രൂപ വില വരുന്ന വിഗ്രഹമാണ് എന്നുള്ളതാണ്. 10,000 രൂപ വില വരുന്ന വിഗ്രഹമാണ് എന്നുള്ളതാണ് ഇവരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ക്ഷേത്രത്തിൽ മോഷണം നടന്നതെന്നുള്ളതാണ് കരുതുന്നത്. കമ്മിറ്റി ഓഫീസിൽ കയറി അതിന്റെ വാതിൽ തകർത്തകത്ത് കയറിയ സംഘം 2 അലമാരകളുടെ വാതിൽ പൊളിച്ചാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത്. ഇന്നലെ ഈ ക്ഷേത്രം ഉത്സവം കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ ഭണ്ഡാരത്തിൽ ഉണ്ടായിരുന്ന ഈ തുകയടക്കം തിട്ടപ്പെടുത്തി മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭണ്ഡാരത്തിൽ നിന്നും കാര്യമായ പണം മോഷണം പോയിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ക്ഷേത്രം ഭാരവാഹികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കൂടി മോഷണം നടന്നുവെന്ന വിവരം പുറത്തു വരുന്ന. ശ്രീകോവിലിന്റെ വാതിൽ തകർത്ത് അകത്തു കയറിയ സംഘം ഈ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന വെള്ളിയുടെ തിരുമുഖമാണ് ഈ കവർന്നത്. 4 ഭണ്ഡാരങ്ങൾ തകർത്ത് പണം കവരുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രം മേൽശാന്തി പുലർച്ചെ ഈ ക്ഷേത്രം തുറക്കാൻ വേണ്ടി എത്തിയ സമയത്താണ് ഈ മോഷണ വിവരം പുറത്തറിയുന്നത്. പിന്നീട് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും 2 ക്ഷേത്രങ്ങളിലെയും മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് ഇപ്പോൾ. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.